ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലിവർ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റിയായ ലിവർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ലിവറാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം വിനാഗിരി വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് എടുത്തതാണ്. ഇത് ആ ബ്ലഡിന്റെ ഒക്കെ ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ് നമ്മൾ വിനാഗിരി വെള്ളത്തിൽ ഇത് ഒരു 3-4 മിനിറ്റ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ലിവറാണ് ഇത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ലിവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാലപ്പൊടികൾ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വിനാഗിരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം നമ്മുടെ ഈ ലിവറിന്റെ ഈ പീസിലെല്ലാം നന്നായിട്ട് മിക്സായി വരുന്ന വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ലിവർ മസാല പുരട്ടി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ലിവർ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ലിവർ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ലിവർ റോസ്റ്റ് ചെയ്യുമ്പോൾ സവോള ചേർക്കുന്നതിലും നല്ലത് ചെറിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ മാത്രമേ സവോള ചേർത്ത് എടുക്കാവൂ. ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ 3 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇതൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം ഉൾപ്പെടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലുള്ള വെള്ളമയം എല്ലാം വറ്റുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കൂടി ഒന്ന് ഡ്രൈ ആക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പം ഇതിലെ എണ്ണ ഒഴിച്ചു കൊടുത്തത്. എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഈ ലിവർ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ലിവർ റോസ്റ്റ് റെഡിയായി. അതിനെയും ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.